എല്ലാ കൂട്ടുകാർക്കും ഡാരോൺസ് പെറ്റ് ടെക് വേൾഡിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ് സ്റ്റാർട്ട് അൺബോക്സിങ് വീഡിയോ. ഇന്ന് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു റൗട്ടറിനെ കുറിച്ചാണ് അൺബോക്സ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് അൺബോക്സിങ്. ഇതാണ് ടെൻഡയുടെ 150 Mbps പോക്കറ്റ് മൊബൈൽ വൈഫൈ ഹോട്ട്സ്പോട്ട്. ടെൻഡ 4G 185 മോഡൽ നമ്പർ. ടെൻഡ ഒരു നെറ്റ്വർക്ക് ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമുക്കത്ര ഫെമിലിയർ ആയിരിക്കത്തില്ല. TP ലിങ്ക്, ഡി ലിങ്ക് പോലെയുള്ള ഡിവൈസുകളാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള J5 3 ഡിവൈസാണ്. അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ലേറ്റർ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇത് ബ്രീഫായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് നോക്കാം. ന്യൂ ജനറേഷൻ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഡിവൈസ് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നിങ്ങൾ കാണാൻ തോന്നുന്നു സപ്പോർട്ട് അപ് ടു 10 വൈഫൈ എനേബിൾഡ് ഡിവൈസസ്. അതുപോലെ തന്നെ 10 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ഈ ഡിവൈസ് തരുമെന്നാണ് ഈ സ്പെസിഫിക്കേഷൻ പറയുന്നത്. അതുപോലെ 1 വീക്ക് സ്റ്റാൻഡ് ബൈ ടൈം തരുമെന്നാണ് പറയുന്നത്. അതുപോലെ ഒരു SD കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് മൈക്രോ SD കാർഡ് ഇട്ടിട്ട് നമ്മുടെ വീഡിയോ അതുപോലെ ഫോട്ടോസ് എന്നിവ ഷെയർ വൈഫൈ ഡിവൈസ് വെച്ച് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഡിവൈസിൽ ഒരു LCD ഇൻഡിക്കേറ്റർ അവൈലബിൾ ആണ്. അതുപോലെ ഏത് സർവീസ് പ്രൊവൈഡറുടെയും സിം കാർഡ് ഇതിൽ സപ്പോർട്ടാകും. സോ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നീറ്റായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വൈഫൈ റൗട്ടർ. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ടോപ്പിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ബാക്കിലും അതുപോലെ തന്നെ ഒരു പവർ ബട്ടണും ഒരു WPS ബട്ടണും നിങ്ങൾക്ക് സൈഡിൽ കാണാം. ചാർജിങ് പോർട്ടാണിത്. മൈക്രോ USB പോർട്ടാണ്. മറ്റുള്ള വൈഫൈ ഡിവൈസിനെ വെച്ച് ഇതിലൊരു ഡിഫറൻസ്, ഇതിലൊരു LCD ഉണ്ടെന്നാണ്. സോ നമുക്കതിൽ മൊബൈൽ ടവർ, അതുപോലെ ബാറ്ററി ചാർജ്, എത്ര വൈഫൈ ഡിവൈസുകൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്നെല്ലാം നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. J5 3 ഡിവൈസുകളിൽ അതുപോലെ J5യുടെ റൗട്ടറുകളിൽ ഇതൊന്നും അവൈലബിൾ ആയിട്ട് കണ്ടിട്ടില്ല. സോ നല്ല അഡ്വാൻസ് ഫീച്ചറാണ് ഇത്. നമുക്ക് ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബാറ്ററി.
ഇതാണ് റീചാർജബിൾ ലിഥിയം അയോൺ ബാറ്ററി, മോഡൽ 4G, വോൾട്ടേജ് 3.8 വോൾട്ട്, കപ്പാസിറ്റി 2100 mAh. ഓൾമോസ്റ്റ് 10 hours ബാറ്ററി ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കമ്പനി പറയുന്നത്. എനിവേ അത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഒരു പ്രോപ്പറായിട്ടൊരു ആൻസർ പറയാൻ പറ്റുകയുള്ളൂ. ബാക്കി ബോക്സിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഇതൊരു USB കേബിളാണ് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി. ബോക്സിൻ്റെ കൂടെ പവർ സപ്ലൈ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമ്മളുടെ മൊബൈൽ ചാർജർ വഴി ഇത് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ക്വിക്ക് ഇൻസ്റ്റലേഷൻ ഗൈഡാണ്. ഡിവൈസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും നമുക്ക് ഇതിൽ നിന്നും അറിയാവുന്നതാണ്. സോ കെയർഫുള്ളായി ഇത് റീഡ് ചെയ്തതിന് ശേഷം ഡിവൈസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നോർമലി എല്ലാവരും ക്വിക്ക് ഇൻസ്റ്റലേഷൻ ഗൈഡ് സൈഡിൽ മാറ്റി വെക്കാറാണ് പതിവ്. അത് പാടില്ല. കഴിയുന്നതും ഇത് വായിച്ചു നോക്കി അതിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. അത് ഡിവൈസിൻ്റെ സേഫ്റ്റിക്ക് ബെസ്റ്റ് ആയിരിക്കും. സോ കെയർഫുള്ളി റീഡ് ആൻഡ് ഓപ്പറേറ്റ് ദ ഡിവൈസ്. ഡിവൈസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഡിവൈസിൻ്റെ ബാക്ക് പാനൽ. 4G LTE അഡ്വാൻസ്ഡ് പോക്കറ്റ് വൈഫൈ ഹോട്ട്സ്പോട്ട്, മോഡൽ 4G 185, SSID കൊടുത്തിട്ടുണ്ട്, വൈഫൈ കീ കൊടുത്തിട്ടുണ്ട്, IP അഡ്രസ് കൊടുത്തിട്ടുണ്ട്, പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ചെറിയൊരു പിൻ കാണാം. അത് റീസെറ്റ് ബട്ടണാണ്. നിങ്ങളുടെ സിം കാർഡ് എജക്ടർ ടൂൾ വഴി ഇത് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഹാർഡ് റീസെറ്റാണ്. ഇതാണ് മൈക്രോ SD കാർഡും സിം കാർഡ് ഇടുന്നതിനുള്ള സ്ലോട്ട്. വളരെ ഡെലിക്കേറ്റ് സ്ലോട്ട്സ് ആണ്. സോ നിങ്ങൾ സിം കാർഡ് ഇടുമ്പോൾ വളരെ കെയർഫുള്ളായി ഇടുക. ഡാമേജ് ആയി കഴിഞ്ഞാൽ കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുകയില്ല. ഫിസിക്കൽ ഡാമേജിൽ അത് ഉൾപ്പെടുത്തും. സോ ഇത് ലിമിറ്റഡ് വാറണ്ടി ഉള്ള ഒരു ഡിവൈസാണ്. 3 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഡിവൈസിൽ അവർ 2 year ആണെന്ന് തന്നിരിക്കുന്നത്. 1 year അതിൻ്റെ കേബിൾ, ബാറ്ററീസ് എന്നിവയ്ക്കായിരിക്കാം. സോ ഇതെനിക്ക് കണ്ടിട്ട് ഇതിൻ്റെ സിം കാർഡ് ട്രേ വളരെ ഡെലിക്കേറ്റ് ആയിട്ടാണ് തോന്നുന്നത്. സോ നിങ്ങൾ സിം കാർഡ് ഇടുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഇടാൻ നോക്കുക. പഴയ നോക്കിയ ഫോണിൻ്റെ സിം കാർഡ് സ്ലോട്ട് പോലെയാണ്. സോ നിങ്ങൾ വളരെ കെയർഫുള്ളായി അത് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുക. സിം കാർഡ് ഡിവൈസിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. എയർടെൽ സിം കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ബാക്ക് പാനൽ അടയ്ക്കാം.
ഡിവൈസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഡിവൈസ് സ്റ്റാർട്ടപ്പ് ആവുന്നുണ്ട്. ടെൻഡ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. റൗട്ടറിൻ്റെ LCD സ്ക്രീനിൽ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സിഗ്നൽ സ്ട്രെങ്ത്, ബാറ്ററി പെർസെൻറ്റേജ്, അതുപോലെ വൈഫൈ, എത്ര വൈഫൈ ഡിവൈസുകൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, SMS, സർവീസ് പ്രൊവൈഡറുടെ പേര്, അതുപോലെ ഏത് ഡാറ്റ പാക്കേജാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. പവർ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ SSID, വൈഫൈ കീ, ഒരു QR കോഡ് എന്നിവ കാണാവുന്നതാണ്. സോ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അൺബോക്സിംഗ് വീഡിയോ ഒത്തിരി ലോങ് ആയി. സോ വീഡിയോ എല്ലാവരും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. Until then, bye.